ഒരു വെയിൽ വന്നതോടുകൂടെ റോഡൊക്കെ ഒന്നുകൊണ്ട് ഉഷാറായിട്ടോ. റോഡിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയപ്പോൾ എനിക്കൊന്ന് തോന്നി ഒന്ന് അടിച്ചു വാരിയായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, റോഡൊന്നാണ്ട് ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നു. നമ്മുടെ വീടും പരിസരം നോക്കുമ്പോൾ തന്നെയല്ല നമ്മുടെ വീട്ടിലേക്കുള്ള റോഡും. ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബി ടി കെ വ്ലോഗ്സ്. അപ്പോൾ ഇന്നെൻ്റെ ഓത്തു നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് വീഡിയോ വേണമെന്നൊക്കെ വിചാരിച്ചുട്ടാ, പിന്നെ അങ്ങോട്ട് തുടങ്ങിയതാണ്. അപ്പോൾ കടി ഏകദേശമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴായിട്ടൊന്ന് വ്ളോഗ് തുടങ്ങുന്നേ. അപ്പോൾ ഇന്ന് ഓട്ടടയാണ്. ഓട്ടട അരിപ്പൊടിയും ഒരിത്തിരി വറ്റും പിന്നെ ഒരിത്തിരി ഉപ്പിട്ടോണ്ട് നല്ലോണം മിക്സിയിൽ അടിച്ചെടുത്തതാണ്. പിന്നെ ഒരു ഇത്തിരി തേങ്ങ ചിരകിയതും പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ കറി കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അത് മതിയെന്ന് വെച്ചു. അങ്ങനത്തെ ചട്ടിയൊക്കെ ഒന്നാണ് മാറ്റിയെടുത്തതിന് ശേഷം അപ്പോഴായിട്ട് ഓർമ്മ ഒരു ചകിരി എന്തെങ്കിലും വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ പിന്നെ കുടുക്ക വെക്കുന്നതിന് മുന്നേ തന്നെ പിന്നെ ചകിരി അങ്ങോട്ടാണ് വെച്ച് കൊടുത്തു. ഞാൻ എപ്പോഴും ഇങ്ങനെയായിട്ടാ ചെയ്യാറ്. പിന്നെ കടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിനുള്ള വെള്ളം ചെറിയ അടുപ്പില്ല അവിടെ വെക്കുക, എന്നാൽ പിന്നെ അത് അവിടെ കിടന്ന് ചൂടാവുമല്ലോ. പിന്നെ ആ ചെറിയ അടുപ്പില്ല അവിടെ കുറച്ച് വെള്ളം വെറുതെ വെക്കാണ്ട് എന്തിനേലും ആവശ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കില്ല. ചോറിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഞാൻ ആ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാറ്. പിന്നെ അത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വരികയാണ്. എനിക്ക് ഇങ്ങനെ ഇത് കിടന്നിട്ടുണ്ടെങ്കിൽ എന്തോ പോലെ തോന്നിട്ടോ. അപ്പോൾ ഞാൻ ഷിബിലിമോനും ഫിനുമോളും മദ്രസയ്ക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ഞാനിത് മടക്കി വെക്കാറാണ്. അപ്പോൾ ഇന്ന് ഷിബിലിമോൻക്കും ഫിനുമോൾക്കും മദ്രസ സ്കൂളൊക്കെ ഉണ്ട്. പിന്നെ ഇക്കാക്ക് പണിക്കും പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു തിരക്കിട്ട ദിവസം കൂടിയാണ്. അങ്ങനെ അരി ഇട്ട് കൊടുത്തു. റേഷൻ അരി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേ ഉപ്പേരിക്ക് ബീൻസാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് കഴുകിയെടുത്തിരുന്നു. എന്നിട്ട് വെള്ളം പോയതിന് ശേഷമാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീൻസ് ഒറ്റക്കായാലും തന്നെ ഷിബിലുമോനും ഫിനുമോളും കൊണ്ടുപോകും കേട്ടോ. എല്ലാം അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കാവുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി കൊടുത്തേക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു പപ്പട ചമ്മന്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുഴച്ചിട്ടും അവർ ചോറ് തിന്നു. അങ്ങനെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ചീനച്ചട്ടിയിൽ. പിന്നെ അത് നല്ലോണം ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ആ കഴുകി വെച്ച ബീൻസ് ഉണ്ട് അതെല്ലാം അതും കൂടി ഇട്ട് കൊടുത്തു. ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ വെച്ചു. നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ബീൻസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ഇത്തിരി തേങ്ങയും പച്ചമുളകും കൂടി ക്രഷ് ചെയ്തെടുത്താണ്ട് അതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഇങ്ങനെ കുഴച്ച് തന്നാൽ തന്നെ ബീൻസ് ഉപ്പേരി എന്തുപ്പേരിയായാലും ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പം ഞാൻ ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ അതേ മത്തൻ്റെ ഇലയുണ്ട്, ഇത് നമ്മുടെ ഉമ്മ കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് കറിയാക്കി എടുക്കാമെന്ന് വെച്ചു. മത്തൻ്റെ ഇല താളിക്കൂലെ കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് അങ്ങനെയായിട്ട് അന്ന് ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പുഴോ മണ്ണോ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഇല കൊണ്ട് എങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും കഴിക്കും. പിന്നെ അതിൻ്റെ ആ നീരുണ്ടല്ലോ അതൊക്കെ ഫിനുമോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് എന്നിട്ട് ചോറൊക്കെ തിന്നതിന് ശേഷം ആ നീരൊക്കെ അവരിങ്ങനെ വലിച്ച് കുടിക്കുന്നതാണ്. അങ്ങനെ നല്ലോണം കഴുകിയെടുത്തു. പിന്നെ അത് ഒരു പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളിലെ അതും കൂടി ഒന്ന് ചെറുതായി അരിഞ്ഞതാണ്ടത്. എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം അത് തിളക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത് കണ്ടില്ല നല്ലോണം തിളച്ചിട്ടുണ്ട്. പിന്നെ കേട്ടോ മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കുക. മത്തൻ്റെ ഇല ആയതുകൊണ്ട് തന്നെ അധികം വേവ് ഉണ്ടാവില്ലേ. മുരിങ്ങയില പോലെ തന്നെ ഒന്നും അല്ലല്ലേ. മത്തൻ്റെ ഇലക്ക് വേവ് കൂടുതലാണല്ലേ. അപ്പോൾ ചെറുതായിട്ടാണ് കേട്ടോ പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പിച്ചണം, എന്നാലിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഷിബിലുമോനെ എത്തിയിട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ട് അതിൽ 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിരുന്നു. പിന്നെ അത് ഷിബിലിമോൻക്കുള്ള ചോറാണ് ആക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് മത്തൻ്റെ ഇലയും അതുപോലെ തന്നെ ബീൻസ് ഉപ്പേരിയും കൂടി ആക്കാമെന്ന് വെച്ചു. മെയിൻ പിന്നെ മസാല തേച്ച് വെച്ചത് തന്നെ ഉണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് കഴിക്കണ ആ സ്പോട്ടിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ സ്കൂൾക്ക് കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. നിങ്ങൾ കാണുന്ന സ്പോട്ടിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. ഒരു ലൈക്ക് കൊടുക്കാനൊന്നും അത്ര പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു ലൈക്ക് കൊടുക്കണേ. പിന്നെ പപ്പടം പൊരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടാണ്ട് വെച്ച് കൊടുത്താൽ ഉഷാറായില്ലേ. ഞാൻ അവർക്ക് വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ ഉച്ചക്ക് എന്താ കഴിക്കണം അത് തന്നെ ആയിരിക്കും. പിന്നെ എപ്പോഴേക്കിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോറ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മുട്ടച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴേലൊക്കെ ഒരു പുതിയ അപ്പോൾ പിന്നെ അങ്ങനെ ആക്കി കൊടുക്കും. അധികവും നമ്മളെന്താ തിന്നണേ അതുപോലെ അവർക്ക് ആക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ മത്തൻ്റെ റെഡിയായി. അവൻക്കാണെന്നുണ്ടെങ്കിൽ പോകാനായിട്ടുണ്ട്. അപ്പം ഞാൻ ആ സ്പോട്ടിൽ തന്നെ ആക്കാം. അപ്പം സ്റ്റീൽ പാത്രത്തിലിട്ടാക്കി, മറ്റേ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് എന്നും കൊണ്ടുപോകാറ്. അപ്പോൾ ഇത് ചൂടുള്ളതല്ലേ. അപ്പം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം
വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതൊന്ന് ചൂടാറാൻ വെച്ചതായിട്ടോ. ചൂടാറിയതിന് ശേഷം വീണ്ടും അവൻ്റെ പാത്രത്തിൽ തന്നെ ആക്കി കൊടുക്കുകയാണ്. അതിൻ്റെ മൂടി പിന്നെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മൂടിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ആക്കിയാൽ ശരിയാവില്ലല്ലേ. അപ്പോഴേക്കും ഷിബിലി മോൻക്ക് പോകാനുള്ള ടൈമായി. അവനത് പോവുകയാണ്. മഴ ഇപ്പം ഒന്ന് വിട്ട് നിന്നിട്ടുണ്ടല്ലേ, അതുകൊണ്ട് നമ്മുടെ റോഡൊക്കെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. ഇച്ചൊക്കെ പറ്റ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നു ഒന്ന് അടിച്ചു വാരിയാലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഇവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചു. പിന്നെ അതേ മുറ്റടിച്ച് വാരുകയാണ്. ഞാൻ ഇടയ്ക്കിടെ റോഡൊക്കെ അടിച്ച് വാരാറുള്ളതാണ് കേട്ടോ. പക്ഷേ രാവിലെ തന്നെ നടക്കൂല. രാവിലെ നമുക്ക് സ്കൂൾക്ക് പോകാനോ ഇക്കാക്ക് പോകാനോ ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ രാവിലെ തന്നെ അത് ചെയ്യാൻ നടക്കൂല കേട്ടോ. അപ്പോൾ സ്കൂളും മദ്രസയൊക്കെ ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ റോഡടക്കമൊക്കെ ഒന്ന് അടിച്ച് വാരാറുള്ളതാണ്. അപ്പോൾ ഇന്ന് പിന്നെ അത് നടക്കൂല കേട്ടോ. സ്കൂളും മദ്രസയൊക്കെ അല്ലേ, അവർ പോകുമ്പോഴേക്കും എല്ലതും ആവണ്ടേ. അപ്പോൾ പിന്നെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ റോഡൊക്കെ ഒന്ന് അടിക്കാമെന്ന് വെച്ചു. അപ്പോഴേക്കും ഫിനിമോളും എത്തി. അവൾ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയട്ടെ. കാരണം ഗേറ്റിൻ്റെ അവിടെ ഉമ്മാന്നുള്ളൊരു ഒറ്റൊരു വിളിയായിരിക്കണം. അപ്പം ഞാൻ സിറ്റ് ഔട്ടിലേക്ക് വന്ന് നിൽക്കാറാണ്. അങ്ങനത്തെ വന്ന പാടി എന്താ കറി എന്നാട്ടെ ചോദിക്കുന്നത്. അപ്പോൾ മത്തൻ കറി ആയിരുന്നില്ലേ. അപ്പോൾ അത് ചോദിക്കട്ടെ, ഞാൻ തിന്ന് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിക്കേണ്ട കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതാക്കിയാൽ മതി എന്ന് പറയായിരുന്നു. ഇവർക്ക് 2 പേർക്കും സ്കൂൾക്ക് എന്തെങ്കിലും കൊടുത്തയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ, ഇന്നതാണ് ആക്കട്ടെ എന്ന് ചോദിക്കട്ടെ. എന്നിട്ടിട്ട് ഞാൻ എന്തും കൊടുത്തയക്കാറുള്ളൂ. അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊടുത്തയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആ ടൈമിൽ ഇതാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അവർ മൂടി പോകില്ല. അപ്പോൾ ഞാൻ എപ്പോഴായാലും അവരോട് ചോദിച്ചിട്ടേ കൊടുത്തയക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണേ. എനിക്ക് കൂടുതൽ വ്യൂവേഴ്സ് ഒന്നുമില്ല, എന്നാലും ഉള്ളത് കൊണ്ട് വേണം പോലെ എന്ന് പറയൂലേ. നമ്മൾ വലിയൊരു യൂട്യൂബർ ഒന്നുമില്ലേ, ഒരു കുട്ടി യൂട്യൂബർ അല്ലേ. അപ്പം നമ്മുടെ ചാനൽ തട്ടി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് വേണട്ടെ നമുക്ക്. പിന്നെ അത് അവളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പിള്ളേർക്ക് ഒന്നും ആയിട്ടില്ല കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. ഇനി ഏതായാലും ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ സമാധാനത്തിലിട്ടെ ഞാൻ കുടിക്കുള്ളൂ. നമ്മൾ പണി അങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. രാവിലെ എണീറ്റാൽ ഇക്കാക്ക് പോകണ്ടേ, മക്കൾക്ക് സ്കൂൾക്ക് പോകണ്ടേ, അതായിരിക്കട്ടെ രാവിലത്തെ ചിന്ത. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ സമാധാനമായി. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്കും സ്കൂൾ വണ്ടി വന്നു. അപ്പോൾ അടിച്ചുവാരൽ പകുതി അവിടെ ഇട്ടുകൊണ്ടാട്ടോ ഫിനിമോളിലാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അത് മുഴുവനാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവളെ വണ്ടി പോകും. അവളെ വണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പണിയാവട്ടെ. അപ്പോൾ ഞാൻ പിന്നെ കൊണ്ടാക്കി കൊടുക്കുക. എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് നിന്നാൽ അങ്ങാടി പോയി നിന്നാൽ കിട്ടും. അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ പോയി വന്നതിന് ശേഷം ബാക്കി അടിച്ചു വരുന്ന അങ്ങനത്തെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. എടുക്കുന്ന പണി മുഴുവനാക്കി കഴിഞ്ഞാൽ അതൊരു സമാധാനം വേറെയാണല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് കുറച്ച് കറി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കറി പാത്രത്തിൽ തന്നെ പിന്നെ കടി കണ്ടിട്ടു കേട്ടോ. നമ്മൾ പെണ്ണുങ്ങളല്ലേ, നമുക്ക് ലാസ്റ്റ് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കറിയപ്പോൾ ബാക്കി ഉണ്ടാക്കാതിരുന്നാണ് കേട്ടോ. എന്തെങ്കിലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ബാക്കിയാവൂലേ. അപ്പോൾ പിന്നെ പുതിയ ഉണ്ടാക്കിയേ ആളുണ്ടാവുള്ളൂ. അപ്പോൾ അത് കുറച്ച് പാത്രത്തിലിരിക്കുകയും ചെയ്യും, പുതിയത് അങ്ങനെ ചിലവാകും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ ഇതാണ്ട് കഴിയട്ടെ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരുന്നതാണ്. പിന്നെ അത് ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് അടുക്കള. ഞാൻ എപ്പോഴായാലും പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കഴുകി വെക്കൂട്ടാ. പിന്നെ തുടക്കുമ്പോൾ നേരിട്ട് ഇങ്ങനെ തുടച്ച് വന്നാൽ പോരെ. മറ്റേത് പാത്രം കുറച്ച് ഇവിടെ ഇട്ടുകൊണ്ട് തുടക്കാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തുടക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകേണ്ടി വരും. അപ്പോൾ ഞാനിങ്ങനെയായിട്ട് ചെയ്യാറ്. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പപ്പണിയല്ലേ. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് വീതനം ക്ലിയർ ആക്കിയതിന് ശേഷം തുടക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നേരെ തുടക്കാൻ വന്നാൽ പോലെ. അങ്ങനെ റോഡിലേക്കൊന്ന് വന്ന് നോക്കാൻ നല്ല വെയിലുണ്ട്, അടിച്ചു വരണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല. ഇനി മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ അടിച്ചു വാരാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ആ സ്പോട്ടിൽ തന്നെ അടിച്ചു വാരുകയാണ്. നല്ല വെയിലാണ് കേട്ടോ. ഏകദേശം ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അടിച്ചു വാരിയപ്പോഴേ. അപ്പോൾ പിന്നെ ക്ലിയർ ആക്കാമെന്ന് വെച്ചോ. എനിക്കെന്താണെന്നറിയോ, നമ്മുടെ വീടും പരിസരം നോക്കുമ്പോൾ തന്നെ നമ്മളെ വീട്ടിലേക്കുള്ള റോഡും നേരാക്കണ്ടേ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടെ അടിച്ചു വാരാട്ടെ. ഇത് നമ്മളെ 3 വീട്ടിലേക്കുള്ള റോഡാണ്. ഞാൻ തന്നെയാണ് എപ്പോഴും അടിച്ചു വാരാട്ടെ. എനിക്ക് എന്തോ പോലൊക്കെ തോന്നിട്ടാ. റോഡ് കുറച്ചും ഇങ്ങോട്ട് എന്തെങ്കിലും കച്ചറ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നാളെ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ പിന്നെ മഴ പെയ്ത് ഇച്ച പിടിച്ചിട്ട് ഇവിടെ കയറിയത്. അപ്പോൾ നമ്മുടെ വീട് നോക്കുമ്പോൾ തന്നെ നമ്മൾ പരിസരം നോക്കണ്ടേ. റോഡും പിന്നെ അതിൽപ്പെട്ടതല്ലേ. കണ്ടില്ലേ, ക്ലീൻ ആക്കിയത് കണ്ടപ്പോൾ അതൊരു വേറൊരു ഭംഗി തന്നെ അല്ലേ. പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം മീനും കഴിച്ച് പിന്നെ അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ ഇടുകയും ചെയ്തു. പിന്നെ കൊല്ലിലും കുറച്ച് അലക്കാണ്ട് അത് പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ തുടക്കണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യണേ.